മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിനോടനുബന്ധിച്ചുള്ള വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ആളിക്കത്തുന്നു. എറണാകുളം പോണേക്കര മനയ്ക്കപ്പറമ്പ് ഭാഗത്താണ് പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോകുന്നത്. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് നിന്ന് മാലിന്യ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. വർഷങ്ങൾക്ക് മുൻപ് വലിയ ആൾതാമസം ഇല്ലാതിരുന്ന കാലത്താണ് മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിനോടനുബന്ധിച്ച വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ പോണേക്കര മനയ്ക്കപ്പറമ്പ് പ്രദേശത്ത് സ്ഥാപിക്കാനായി പഠനരേഖ കൊണ്ടുവരുന്നത്. പിന്നീട് സ്ഥലം ഏറ്റെടുത്തു. ഇന്നീ കാണുന്ന 15 സെന്റോളം സ്ഥലത്ത് മാലിന്യം പൈപ്പ് വഴി എത്തിച്ച് സംഭരിക്കുന്ന വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. പദ്ധതി പ്രദേശത്ത് നിന്നും 10 മീറ്റർ പോലും അകലെയല്ലാത്ത രീതിയിൽ ഫ്ളാറ്റ് സമുച്ചയവും വീടുകളും സ്ഥിതി ചെയ്യുന്നു. കളമശ്ശേരി, തൃക്കാക്കര എന്നിയിടങ്ങളിൽ നിന്നും മാലിന്യം പൈപ്പ് വഴി പോണേക്കരയിലെ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനിൽ എത്തിക്കുകയും തിരികെ പൈപ്പ് വഴി തന്നെ മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിൽ എത്തിക്കുന്നതുമാണ് പദ്ധതി. എന്നാൽ വിജനമായ നിരവധി പ്രദേശങ്ങൾ ഉള്ളപ്പോൾ പോണേക്കര പോലുള്ള ജനനിബിഡമായ സ്ഥലത്ത് മാലിന്യ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന അധികൃതരുടെ നടപടികൾ വലിയ പ്രതിഷേധത്തിനാണ് വഴിവെക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്നും വെറ്റ്വെൽ പമ്പ് മാറ്റി സ്ഥാപിക്കുക. ഗതാഗത സംവിധാനത്തെ തകർക്കുന്ന ഈ പദ്ധതി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുക. ഇവിടെ ഈ റോഡ് വെട്ടിപ്പൊളിച്ച്, ഞങ്ങളുടെ ഏക ആശ്രയമായ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഇതിലെ പൈപ്പിട്ട് കളമശ്ശേരിയിൽ നിന്ന് തൃക്കാക്കരയിൽ നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെറ്റ്വെൽ പമ്പ് സ്ഥാപിച്ച് ഇവിടെ നിന്ന് വീണ്ടും വന്ന് മുട്ടാറിലേക്ക് പമ്പ് ചെയ്യുന്നത് സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. നേരിട്ട് അത് അങ്ങോട്ട് പമ്പ് ചെയ്യാനായിട്ട് ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ജനവാസ മേഖല, ജനസാന്ദ്രത കുറഞ്ഞ മേഖലകൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ജനവാസ മേഖലയിൽ നിന്ന്, ജനസാന്ദ്രത കൂടിയ മേഖലയിൽ നിന്ന് ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് ഈ വെറ്റ്വെൽ പമ്പ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക. ജനവാസ മേഖലയിൽ നിന്ന് വെറ്റ്വെൽ പമ്പ് മാറ്റി സ്ഥാപിക്കുക. ഈ വെറ്റ്വെൽ പമ്പ് സ്ഥാപിക്കരുത്. ജനവാസ മേഖലയിൽ നിന്ന് ആലോചിക്കാതെ ഈ വെറ്റ്വെൽ പമ്പ് കോർപ്പറേഷന്റെ 35-ാം വാർഡിൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്കെതിരല്ല ഇവിടുത്തെ ജനങ്ങൾ. എന്നാൽ അശാസ്ത്രീയമായി ജനസാന്ദ്രതയേറിയ സ്ഥലത്ത് മാലിന്യ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ജനകീയ പ്രതിഷേധം. ഒരു വ്യക്തതയില്ലാത്ത പദ്ധതിയാണ് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ട് അതിനുശേഷം കൗൺസിലിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ മേയർ പറഞ്ഞത് ഇത് നടപ്പിലാകാത്തൊരു പദ്ധതിയാണ്, അതിനെപ്പറ്റി ആശങ്കയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. വീണ്ടും ഈ പദ്ധതിയുമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പലതലത്തിലും അന്വേഷണങ്ങൾ നടത്തി, പല രീതിയിലും നിവേദനങ്ങൾ കൊടുത്ത്, അതിനോടൊപ്പം തന്നെ MLAയുടെ അടുത്ത്, ഞങ്ങളുടെ MLA ഉമാ തോമസാണ്, അവരുടെ അടുത്ത് പോയി ഞങ്ങളുടെ പരാതികൾ ബോധിപ്പിച്ചപ്പോഴേക്കും അന്ന് കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു പദ്ധതിനെ പറ്റി പറയുന്നുണ്ട്. MLA എന്നുള്ള നിലയിൽ എനിക്കറിയില്ല, MP എന്നുള്ള നിലയിൽ ഹൈബീഡിനറിയില്ല, അതേപോലെയുള്ള മറ്റ് ജനപ്രതിനിധികൾക്കറിയില്ല. അപ്പോൾ ഒരു പ്രദേശത്ത് വികസനം വരികയാണെങ്കിലും മറ്റു പദ്ധതികൾ വരികയാണെങ്കിലും ആ ഭാഗത്തുള്ള ജനങ്ങൾക്കത് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. വികസനത്തിന് ആരും എതിരല്ല. നിർദ്ദിഷ്ട വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ നിയമ നടപടികൾക്കൊപ്പം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പോണേക്കര മനയ്ക്കപ്പറമ്പ് പ്രദേശവാസികളുടെ തീരുമാനം. ജനം, കൊച്ചി.